കേരള ഗാനത്തിലെ ഏതാനും വരികളാണ് ഇവിടെ പ്രവേശകമായി കൊടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും സൗന്ദര്യത്തെയും പ്രകീർത്തിക്കുന്ന ഈ ഗാനം നമുക്ക് കേൾക്കാം. ഏത് മലയാളിയുടെയും ഉള്ളിലും തൻ്റെ ജന്മനാടിനെക്കുറിച്ചുള്ള അഭിമാനത്തിൻ്റെ ചൈതന്യം നിറയ്ക്കാൻ പര്യാപ്തമായ ഒരു ഗാനമാണ് കേരളഗാനം. 1938 ആണ് ബോധേശ്വരൻ ഈ ഗാനം രചിക്കുന്നത്. ബോധേശ്വരനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിൽ നിന്നും വായിച്ച് മനസ്സിലാക്കുക. ഇവിടെ ഈ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് മലയജ സുരഭില മാരുതൻ എന്ന് പറഞ്ഞാൽ ചന്ദനത്തിൻ്റെ സുഗന്ധമുള്ള കാറ്റ്, അതായത് സഹ്യപർവ്വതത്തിലെ ചന്ദനമരങ്ങൾ തഴുകി വരുന്ന കാറ്റ്. അതുപോലെ കൽപ്പകതരു നികരങ്ങൾ, കൽപ്പവൃക്ഷ നിരങ്ങൾ എന്ന് പറഞ്ഞാൽ വേര് മുതൽ വിത്ത് വരെ തെങ്ങിനുള്ളതെല്ലാം നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുന്നവയാണ് എന്നതിനാൽ അതിനെ കൽപ്പകതരുവായി കണക്കാക്കുന്നു. അടുത്തത് സലില സമൃദ്ധം, ജലസമൃദ്ധിയുള്ളത് എന്നാണ് സലില സമൃദ്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഇഷ്ടം പോലെ ലഭിക്കുന്ന മഴ, നിറയെ പുഴകളും കായലുകളും മറ്റു ജലാശയങ്ങളും നീണ്ട സമുദ്ര സാമീപ്യം ഇവയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അടുത്ത് തുഞ്ചശിഖീകള ഖണ്ഡനി നാദ, തുഞ്ചൻ്റെ തത്തയുടെ കണ്ടത്തിൽ നിന്നുള്ള ആകുന്ന നാദ എന്ന് പറഞ്ഞാൽ തുഞ്ചൻ്റെ കിളിപ്പാട്ടിലൂടെയാണ് മലയാള ഭാഷ അതിൻ്റെ ശക്തിയും സൗന്ദര്യവും കൈവരിച്ചത് എന്ന ആശയം. ഇതൊക്കെയാണ് നമുക്ക് ഈ ഗാനത്തിലൂടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. കൂടുതലായി പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പ്രകൃതി സൗന്ദര്യം വെളിവാക്കുന്ന ചിത്രങ്ങളാണ് തെങ്ങിൻ നിരകൾ, നദികൾ, കായൽക്കാഴ്ചകൾ, സഹ്യപർവ്വത നിരകൾ, കുന്നുകൾ, കാടുകൾ, കടൽ തീരങ്ങൾ തുടങ്ങിയവയെല്ലാം. ഇതിനുപരിയായിട്ട് നമുക്ക് കേരളത്തിൻ്റെ പ്രധാന സവിശേഷതകളായി എന്നാൽ ഈ കവിതയിൽ സൂചിപ്പിക്കാത്ത കുറേ സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് കഴിയും. തൃശ്ശൂർ പൂരം, ഓണം, വള്ളംകളി, കഥകളി, തെയ്യം, പടയണി, നാടൻ പാട്ടുകൾ ഇവയൊക്കെ നമുക്ക് കേരളത്തിൻ്റെ സവിശേഷതകളായിട്ട് കാണാനായിട്ട് കഴിയും. ഇങ്ങനെ സ്വർഗതുല്യമായ കേരള നാടിനെ പാടി പുകഴ്ത്തുകയാണ് ബോധേശ്വരൻ ചെയ്യുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ജീവിതത്തിൻ്റെ ഉപ്പാണ്. ഇത് ഒരു ഐതിഹ്യ കഥയാണ്. ഐതിഹ്യ കഥ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തോ ജനങ്ങൾക്കിടയിലോ കേട്ടും പറഞ്ഞും പ്രചരിച്ചു പോരുന്ന കഥകളാണ് ഐതിഹ്യ കഥകൾ എന്നറിയപ്പെടുന്നത്. ഇവിടെ കേരളീയ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ സവിശേഷത അടയാളപ്പെടുത്തുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കഥയാണ് പറയിപെറ്റ് പന്തരുകൊല. ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരുപാട് വിശ്വാസങ്ങളും കേട്ടുകേൾവികളും അത് അടങ്ങിയിട്ടുണ്ട്. വരരുചി എന്ന പണ്ഡിത ബ്രാഹ്മണന് പറയ സമുദായത്തിൽപ്പെട്ട ഒരു യുവതിയിൽ പിറന്ന 12 മക്കളുടെ വിചിത്രമായ കഥയാണത്. മക്കളെ ഓരോരുത്തരെയും എടുത്തു വളർത്തിയത് വിവിധ സമുദായക്കാരായതിനാൽ വ്യത്യസ്ത ജാതിക്കാരും സ്വഭാവക്കാരുമായാണ് അവർ വളർന്നത്. അസാധാരണമായ കഴിവുകളുള്ള ഇവർ വർഷത്തിലൊരിക്കൽ പിതാവിൻ്റെ ശ്രാദ്ധ ദിനത്തിൽ ഒത്തുകൂടുമായിരുന്നത്രേ. നിരവധി ഐതിഹ്യങ്ങൾ ഈ കുലത്തെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്. ഇവരുടെ പരമ്പരയിൽപ്പെട്ട കുടുംബാംഗങ്ങൾ ഇന്നും നിലനിൽക്കുന്നു എന്നതാണ് ചരിത്രത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ ജില്ല, എറണാകുളം ജില്ലയുടെ വടക്കേ അറ്റവും ഇവരുമായി ബന്ധപ്പെട്ട് കരുതുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. പറയിപെറ്റ പന്തരുകുലത്തിലെ ഒരംഗമായ ഉപ്പുകൊറ്റനെ കുറിച്ചുള്ള ഒരു സങ്കല്പ കഥയാണ് നമ്മൾ പഠിക്കുന്ന ഈ പാഠഭാഗം.
ഇദ്ദേഹം മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള ചമ്രവട്ടം പ്രദേശത്താണ് ഉപ്പുകൊറ്റൻ്റെ നാട് എന്ന് പറയപ്പെടുന്നത്. ഉപ്പുണ്ടാക്കി വിറ്റ് ഉപജീവനം കഴിക്കുന്നതിലാണത്രേ ഇദ്ദേഹത്തിന് ഉപ്പുകുറ്റൻ എന്ന പേര് കിട്ടിയത്. ഉപ്പുകൊറ്റൻ എന്നും ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ എന്ന് വെച്ചാൽ അലസമായ ഭാവവും നീട്ടി വളർത്തിയ താടിയും മുടിയും അതുപോലെ മുഷിഞ്ഞ വസ്ത്രം, തോളിൽ സഞ്ചിയും മാറാപ്പും, ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിത രീതി എന്ന് പറഞ്ഞാൽ ഉപ്പ് വിറ്റാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. നിലയ്ക്കാതെയുള്ള ഇദ്ദേഹത്തിൻ്റെ യാത്ര, കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നു, എത്തിയിടത്ത് ഉറങ്ങുന്നു. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയും ജീവിത മാർഗവും. ഇദ്ദേഹത്തിൻ്റെ സ്വഭാവവും പെരുമാറ്റവും എന്ന് വെച്ചാൽ ആരെയും കൂസാത്ത സ്വഭാവവും പെരുമാറ്റവുമാണ്. കുട്ടികളോട് എന്നാൽ വളരെ സ്നേഹവും. അതുപോലെ ഇദ്ദേഹത്തിന് ഒത്തിരി കഴിവുകൾ ഉള്ള ആളായിരുന്നു. മായാജാലങ്ങൾ കാണിക്കുന്നു, പാട്ട് നൃത്തവും ഒക്കെ ഇദ്ദേഹത്തിന് വശമാണ്. എല്ലാറ്റിലും ഇദ്ദേഹം സന്തോഷവും കണ്ടെത്തുകയും ചെയ്യുന്നു. ഉപ്പ് വിറ്റാണ് ഉപ്പുകൊറ്റൻ ജീവിച്ചിരുന്നത്. ആവശ്യമുള്ളവർ ഉപ്പുകൊറ്റനിൽ നിന്ന് ഉപ്പ് വാങ്ങും. ഉപ്പാണ് അവൻ്റെ അന്നം. നടന്ന് നടന്ന് ഉപ്പ് വിൽക്കുകയും എത്തുന്ന സ്ഥലത്ത് തന്നെ ഉപ്പുകൊറ്റൻ കിടന്നുറങ്ങുകയും ചെയ്യും. അങ്ങനെ ഒരിക്കൽ ഉപ്പുകൊറ്റൻ മേഴത്തുരത്തി. ഈ സമയം ചൈതന്യം തുടിക്കുന്ന മുഖത്തോടുകൂടി ഒരാൾ പൂമുഖത്തേക്ക് വന്നു. ഇദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ ശരീരത്തിന് പുറകെ പൂണൂൽ, കുടുമ, കസവ് മുണ്ടുടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ ഉപ്പുകൊറ്റന് ഒരു സംശയം. ഇദ്ദേഹത്തെ എവിടെയോ കണ്ടതുപോലെ. എൻ്റെ പേര് അഗ്നിഹോത്രി എന്ന് വീട്ടുകാരൻ ഉപ്പുകൊറ്റനോട് പറഞ്ഞു. എന്നാൽ ഉപ്പുകൊറ്റനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി അഗ്നിഹോത്രി ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉപ്പുകൊറ്റനെ കണ്ടപ്പോൾ നാറാണത്തിൻ്റെ ചിരിയും പാക്കനാരുടെ ശബ്ദവുമാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. ആ സഹോദരങ്ങൾ പരസ്പരം തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് അഗ്നിഹോത്രിയുടെ ഭാര്യാപിതാവ് മഞ്ചലിൽ വന്നിറങ്ങിയത്. തന്നെ കണ്ട് എഴുന്നേൽക്കാനോ വഴിമാറി നിന്ന് ആചാരം പറയാനോ തയ്യാറാകാത്ത ഉപ്പുകൊറ്റനെ അയാൾ രൂക്ഷ ഭാവത്തിലൊന്ന് നോക്കുകയാണ്. എന്നാൽ അദ്ദേഹത്തിന് യാതൊരു ഭാവഭേദവും ഇല്ലാതെ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അദ്ദേഹം ഇരിക്കുന്നു. എന്നിട്ട് മാനിക്കേണ്ടവരെ കണ്ടാൽ ആചാരം പറയാത്ത ഇവൻ ആര്, വഴിമാറടാ. ഉപ്പുകൊറ്റൻ ഒന്നും മിണ്ടിയില്ല. അതേ ഇരിപ്പ് തുടർന്നു. വീതിയുള്ള ഈ നടയിൽ 5 ആൾക്ക് കയറിപ്പോകാൻ ഇടമുണ്ട്. പിന്നെന്തിന് ഞാൻ വഴിമാറണം? എല്ലാവരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ? ഉപ്പുകൊറ്റൻ്റെ ചോദ്യം കേട്ട് അഗ്നിഹോത്രയുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്നാൽ ഈ സമയം ഭാര്യാപിതാവിൻ്റെ മുഖം കോപം കൊണ്ട് ജ്വലിക്കുകയാണ്. അദ്ദേഹം ഭൃത്യരെ കൊണ്ട് നേരെ നോക്കി. അവർ ഓടിച്ചെന്നു. ഒരാൾ പിടിച്ചു. ഉപ്പുകൊറ്റന് അനക്കമില്ല. 2 ആൾ പിടിച്ചു, 3 ആൾ പിടിച്ചു. എത്ര പേർ പിടിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു വിരൽ പോലും അനക്കുവാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹത്തെ കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. എന്നാൽ അഗ്നിഹോത്രിയും ഉപ്പുകൊറ്റനും പ്രത്യേകമായ ധാരാളം കഴിവുകളുള്ള ആളായിരുന്നു. അഗ്നിഹോത്രയെ പുഞ്ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി ഉപ്പുകൊറ്റന് നേരെ കൈനീട്ടി അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പുകൊറ്റൻ്റെ ചാക്കെടുത്ത് കൊടുക്കൂ, അഗ്നിഹോത്രി ഭൃത്യരോട് പറയുകയാണ്. അവർ ഉപ്പു ചാക്കെടുക്കാൻ ശ്രമിച്ചു. എത്ര ശ്രമിച്ചിട്ടും പൊങ്ങുന്നില്ല. അവസാനം ഉപ്പുകൊറ്റൻ പതുക്കെ ചെന്ന് ചാക്കെടുത്ത് തലയിൽ വെച്ചു. അഗ്നിഹോത്രിയുടെ കണ്ണുകളിലേക്ക് നോക്കി. 2 പേരുടെ കണ്ണുകളിലും എന്തോ ഒന്ന് മിന്നിമായുന്നതുപോലെയുള്ള ഒരു അനുഭവം അവരിൽ ഉളവാക്കി. ഉപ്പുകൊറ്റൻ തുടർന്ന് നടക്കുകയാണ്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഉപ്പുകൊറ്റൻ്റെ മനസ്സിലെ ഒത്തിരി സങ്കടങ്ങളുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. എന്നിട്ട് അദ്ദേഹം മലകളും കാടുകളും കുന്നുകളും വയലുകളൊക്കെ കടന്ന് ഇദ്ദേഹം ഇങ്ങനെ നടക്കുകയാണ്. പലവിധ ചിന്തകളാലാണ് ഇദ്ദേഹം നടക്കുന്നത്. ഇദ്ദേഹം ചിന്തിക്കുകയാണ് തൻ്റെ ജീവിതവും പുഴയുടെ ഒഴുക്കും ഒരുപോലെയാണ് എന്നാണ് ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ച് നടക്കുകയാണ്. താൻ ഉപ്പിൽ ലയിക്കാൻ ആയിട്ട് പിറന്നവൻ, അമ്മയുടെ സ്നേഹത്തിൻ്റെ ഉപ്പറിയാത്ത താൻ ഉപ്പും പേര് നടക്കുന്നു, കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവൻ, ഉപ്പുകൊറ്റൻ, ഇങ്ങനെയൊക്കെ ഇദ്ദേഹം ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് വഴിയെ നടക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത്. ചിന്തയിലാഴ്ന്നതോടെ ഉപ്പുകൊറ്റൻ്റെ നടത്തത്തിന് വേഗതയും കുറഞ്ഞു. പതിവില്ലാത്ത ക്ഷീണം തോന്നിയപ്പോൾ ഇദ്ദേഹം പുഴക്കടവിലെ ആൽത്തറയിൽ ഉപ്പ് ചാക്കിറക്കി വെച്ച് കിടന്നു. എന്നാൽ ഈ സമയം ഉപ്പുകൊറ്റൻ വന്നേ എന്ന് വിളിച്ചുകൊണ്ട് കുട്ടികൾ ഉപ്പുകൊറ്റൻ്റെ അടുത്തേക്ക് വരികയാണ്. ഈ സമയം ഉപ്പുകൊറ്റൻ തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഉണ്ണിയപ്പങ്ങൾ എടുത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഈ ഉണ്ണിയപ്പവും കൊണ്ട് കുട്ടികൾ കളിക്കാൻ ഓടുകയാണ്. ഉപ്പുകൊറ്റൻ വീണ്ടും ആൽത്തറയിൽ കിടന്ന് ഒന്ന് മയങ്ങി ഒരു സ്വപ്നങ്ങൾ കണ്ടു.
ഉപ്പുകൊറ്റന്റെ സ്വപ്നത്തിൽ നിലാവിലെന്ന പോലെ ഒരു ചിത്രം തെളിഞ്ഞു വരികയാണ്. ഒരു ബ്രാഹ്മണനും അയാളുടെ പത്നിയും ചോരക്കുഞ്ഞിനെ വഴിയിൽ ഉപേക്ഷിച്ച് നടന്നു പോകുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ ചിന്ത ഇങ്ങനെ നീളുകയാണ്. ഇദ്ദേഹത്തിന് തൻ്റെ സ്വപ്നം പൂർണ്ണമാകുന്നതിന് മുമ്പ് വീണ്ടും കുട്ടികൾ ഉപ്പുകൊറ്റന്റെ അടുത്തെത്തി ഉപ്പുകുട്ടനോട് ഒരു പാട്ട് പാടിത്താ, ഡാൻസ് ചെയ്യാം എന്നൊക്കെ കുട്ടികൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഉപ്പുകുട്ടനും കുട്ടികളും കൂടി ഈണമുള്ള പാട്ടും കൈകൊട്ടി കൂടെ പാടുകയും ഒക്കെ ചെയ്യുകയാണ് ഉപ്പുകൊറ്റനും കുട്ടികളും ഒക്കെ. എന്നാൽ ഉപ്പുകൊറ്റനും കുട്ടികളും പാട്ടുപാടി നൃത്തം ചവിട്ടി ആടിപ്പാടി തളർന്നപ്പോൾ കുട്ടികൾക്ക് വീണ്ടും വിശന്നു. അപ്പോൾ ഉപ്പുകൊറ്റന്റെ സഞ്ചിയിൽ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഉപ്പുകൊറ്റൻ കുട്ടികളോട് പറയുന്നു, ഞാനൊരു വിദ്യ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഞ്ചിയിലുണ്ടായിരുന്ന ഉപ്പുവാരി ഉപ്പുകൊറ്റൻ മുകളിലേക്ക് എറിയുന്നു. എന്നാൽ ഈ ഉപ്പിൻ തരികൾ അപ്പ കഷ്ണങ്ങളായി താഴോട്ട് പതിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾ അന്തം വിട്ട് മിഴിച്ചു നിൽക്കുകയാണ്. ഇതെങ്ങനെ സാധിച്ചു എന്ന് കുട്ടികളുടെ ചോദ്യത്തിന് ഇതാണ് കൈയടക്കം, മനസ്സിൻ്റെ അടക്കം എന്ന് ഉപ്പുകൊറ്റൻ കുട്ടികളോട് പറയുന്നു. നിങ്ങൾക്കും പരിശീലിച്ചാൽ ഇതെല്ലാം സാധിക്കും എന്നതായിരുന്നു ഉപ്പുകൊറ്റൻ്റെ മറുപടി. ഇവിടെ കുട്ടികൾ എന്നതിന് ശേഷം പോവുകയാണ്. ഉപ്പുകൊറ്റൻ വീണ്ടും താൻ പഴയ സ്ഥലത്ത് കിടന്ന് ഉറങ്ങിയ ആ സ്ഥലത്ത് ആൽത്തറയിലേക്ക് കിടന്ന് മയങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം. പിന്നെ ബാക്കി ഇതിൻ്റെ കഥകൾ നിങ്ങൾ വായിച്ച് പാഠഭാഗത്തിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാവുന്ന പുസ്തകങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. താങ്ക്സ്.